പൂരം കാണാൻ പോയതല്ലല്ലോ, പൂരം കാണാൻ പോയതല്ല. കമ്മീഷണർ സ്ഥലത്തു മാത്രമാണുള്ളതെങ്കിൽ കമ്മീഷണർക്കാണ് പൂർണ്ണമായ ഉത്തരവാദിത്വം. അതിന്റെ മീതെ DIG ഉണ്ടെങ്കിൽ DIGക്കാണ് ഉത്തരവാദിത്വം. DIGയുടെ ഉത്തരവാണ് താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അനുസരിക്കുന്നത്. അതിനു മീതെ IG ഉണ്ടെങ്കിൽ IG ആണ് ഉത്തരവാദിത്വം. അദ്ദേഹം പറയുന്നത് എല്ലാവരും കേൾക്കണം. ADGP ലോ ആൻഡ് ഓർഡർ അവിടെയുള്ളപ്പോൾ ഏറ്റവും ഉത്തരവ് കൊടുക്കേണ്ട ഉദ്യോഗസ്ഥൻ ഈ അജിത് കുമാറാണ്. രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഈ കമ്മീഷൻ അഴിഞ്ഞാടി എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടും ഈ ADGP ലോ ആൻഡ് ഓർഡർ അവിടെ പോയി. അയാൾക്കൊന്ന് ഫോൺ വിളിച്ച് കമ്മീഷനോട്, മേലുദ്യോഗസ്ഥന്മാർ കീഴുദ്യോഗസ്ഥന്മാരോട് പോലീസിൽ പറയുന്ന ഭാഷ എനിക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല, എടോ താൻ എന്താണോ ചെയ്യുന്നത് എന്ന് ഡാഷ് ഉണ്ടായിട്ടിടയിൽ എന്ന് ചോദിക്കുവാൻ വരും. അങ്ങനെ ഒരു ചോദ്യം ഈ കമ്മീഷനോട് ഈ ലോ ആൻഡ് ഓർഡർ ADGP ചോദിച്ചില്ല. ഇനി രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ കേരളത്തിൽ പോലീസിന്റെ ചുമതലയുള്ള, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടല്ലോ. ഇദ്ദേഹം അറിഞ്ഞില്ലേ? ഒരു കമ്മീഷണർ കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവം അലങ്കോലപ്പെടുത്തുന്നു എന്ന് അറിയാനുള്ള ഇന്റലിജൻസ് സംവിധാനം കേരളത്തിലെ പോലീസിനില്ലേ? അറിഞ്ഞില്ല എന്നാണ് പിണറായി വിജയൻ പറയുന്നതെങ്കിൽ ദേവി ഇത് ഞങ്ങൾക്ക് പറയേണ്ടി വരും. അന്ന് ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതല്ല എന്ന്. രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമായ തൃശൂർ പൂരം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കലക്കിയിട്ട് അതുവരെ അറിയാതെ എന്താ ഉറങ്ങയായിരുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. ആരും എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് രാവിലെ 11 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 7 മണി വരെ ഉറങ്ങുകയായിരുന്നോ കേരളത്തിലെ മുഖ്യമന്ത്രി? പറയട്ടെ, അറിഞ്ഞില്ലേ? അപ്പൊ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടാണ്, എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഈ പൂരം കലക്കിയത്. എന്താ പൂരം കലക്കിയത്? പൂരം കലക്കിയാൽ ഒരു വികാരം ഉണ്ടാകും. ആ വികാരം BJPക്ക് അനുകൂലമാകും. പോലീസ് പ്ലാൻ ചെയ്ത് സുനിൽകുമാറും K മുരളീധരനും LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ അവിടെ നിന്ന് പോയതിനു ശേഷം BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ഒരു ആംബുലൻസിൽ മുമ്പിലും പുറകിലും പോലീസ് വാഹനവുമായി എഴുന്നള്ളിച്ചു കൊണ്ടുവരികയായിരുന്നു ഈ സംഭവ സ്ഥലത്തേക്ക്. വീരനായകൻ തൃശൂർ പൂരം കലക്കിയതിനെതിരായി അതിശക്തമായ പ്രതിഷേധവുമായി BJPയുടെ സ്ഥാനാർത്ഥി വരുന്നു. മറ്റ് സ്ഥാനാർത്ഥികൾ ആരുമില്ല, പോലീസ് കൊണ്ടുവരുന്നു. എന്തൊരു നാടകമായിരുന്നു അവിടെ നടന്നത്. ഇപ്പൊ ഒരു കാര്യം പുറത്തു വന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പൂരം നടക്കുന്നതിന് മുമ്പ് 3 ദിവസം മുമ്പ് ADGP ലോ ആൻഡ് ഓർഡർ മീറ്റിംഗ് വിളിച്ചു പോലീസ് ഉദ്യോഗസ്ഥർ. അപ്പൊ ഈ കമ്മീഷണർ ഒരു പ്രോജക്റ്റുമായി മുമ്പോട്ട് വന്നു. ആ പ്രോജക്ട് എന്ന് പറയുന്നത് എല്ലാ വർഷവും തൃശൂർ പൂരം നടക്കുമ്പോൾ ഒരു പ്ലാനുണ്ട്. എന്ത് ചെയ്യണം പോലീസ്? അത് എല്ലാ വർഷവും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. പോലീസ് സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ, വടത്തിൽ വരവ് വരുമ്പോൾ, അപ്പുറത്ത് പഞ്ചവാദ്യം നടക്കുമ്പോൾ, ഇപ്പുറത്ത് മേളം നടക്കുമ്പോൾ, വെടിക്കെട്ട് നടക്കുമ്പോൾ എവിടെ ബാരിക്കേഡ്, പോലീസിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ചില വർഷങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ഇപ്പൊ ശബരിമല സീസണിൽ, മണ്ഡലകാലത്ത്, മകരവിളക്കിന്റെ സമയത്ത് 1-ാം തീയതി നട തുറക്കുമ്പോൾ ഒക്കെ പോലീസിനൊരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. ആ ബ്ലൂ പ്രിന്റ് വെച്ച് അതാത് വർഷങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്തിയിട്ടാണ് പോലീസിന്റെ മാനേജ്മെന്റ്. അപ്പൊ തൃശൂരിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പൂരം നടക്കുമ്പോൾ പോലീസ് ചെയ്യുന്നതിന്റെ ഒരു ബ്ലൂ പ്രിന്റ്, കുറെ മാറ്റങ്ങളെല്ലാം വരുത്തി കമ്മീഷണർ കൊണ്ടുവരുന്നത്. അപ്പൊ ADGP ലോ ആൻഡ് ഓർഡർ പറയാണ്, ഈ സാധനമൊന്നും വേണ്ട, ഈ പ്രാവശ്യം ഞാൻ വേറൊരു പ്ലാൻ തരാം, വേറൊരു മാനേജ്മെന്റ് പ്ലാൻ തരാം, തേൻ കൊടുക്കുകയാണ്. 3 ദിവസം മുമ്പ് ആ ADGP ലോ ആൻഡ് ഓർഡർ കൊടുത്ത പ്ലാനാണ് പൂരത്തിന് പോലീസ് അവിടെ നടപ്പാക്കിയത്. അതാണ് പൂരം അലങ്കോലപ്പെടുത്തിയത്. ആവശ്യമില്ലാത്ത സ്ഥലത്ത് ബാരിക്കേഡ് വെച്ച് ആളുകളെ പോകാൻ അനുവദിക്കാതെ, ആനയ്ക്ക് പട്ട കൊടുക്കാൻ പോകാൻ അനുവദിക്കാതെ, മേളക്കാരെ പോകാൻ അനുവദിക്കാതെ, കുടമാറ്റത്തിന് കുട കൊണ്ടുപോകാൻ അനുവദിക്കാതെ മൊത്തം അലങ്കോലമാണ്. ഞാൻ അജിത് കുമാർ ഒരു കൺഗ്രാജുലേഷൻ പറയുക. കാരണം പൂരം കലക്കാൻ
ഇത്ര നല്ലൊരു ബ്ലൂ പ്രിന്റ് അങ്ങേ പോലെ അല്ലാതെ വേറെ ആർക്കും തയ്യാറാക്കാൻ പറ്റില്ല. അങ്ങ് രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള യജമാന ഭക്തിയുള്ള ഒരാളാണ്. പിണറായി വിജയൻ പൂരം കലക്കണം എന്ന് പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ പൂരം കലക്കാൻ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി പൂരം കലക്കിയ മഹാൻ അജിത് കുമാർ. അതാണ് മോനെ ഇത്രയും വലിയ ആരോപണം വന്നിട്ടും പിണറായി വിജയൻ അയാളെ സംരക്ഷിക്കുന്നു.